അങ്ങനെ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ് കൈക്ക് ഇതിട്ട് കേട്ടോ. ബസ്സിലാണ് പോകുന്നത്. ഇനി ബസ്സിൽ നിന്ന് ആരും തട്ടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് കൈക്ക് ഇതിട്ടതാണ്. കൂട്ടത്തിൽ അരണക്കുട്ടി ഉണ്ട്. അരണക്കുട്ടി അപ്പം അങ്ങനെയാണ്. നാളെ പെരുന്നാളല്ലേ. ഒരു കൂട്ടം ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അരുണിന് അത് പോരാ, ഒന്നും കൂടി എടുക്കണം, അവൻ്റെ വകയായിട്ട് ഒന്നും കൂടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഒരു കൂട്ടം ഡ്രസ്സ് കൂടി എടുക്കാൻ പോകും. ആ കവർ എടുക്ക്. കാറിനാ താക്കോലെടുത്ത് കാറിനെ മാമന്റെ ഷൂ എടുത്തോ. നന്നാക്കിയിടണേ. പാദസരം എന്നിട്ട് പൊന്തിച്ചാണ് കേട്ടോ. അവൻ്റെ പാദസരം ഇതായിപ്പോയി. പാദസരം പൊന്തിക്ക്. ഇത് കേട്ടി, ഇവിടെ കേട്ടി, ഇവിടെ കേട്ടി, ഈ വള്ളി കേട്ടി, ഫ്രണ്ടിലെ വള്ളി. ആ ഇത് ഓ ആർക്കാ വേണ്ടിയിട്ട് ചെയ്തതിൻ്റെ മാതിരി. ശരിക്ക് കുറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ അലക്കി വെക്കണേ. എൻ്റെ മോനെ ഞാൻ അലക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓൻ കല്ലുമ്മ കൊണ്ടുപോയി അലക്കിയൊന്നും വേണ്ട കേട്ടോ. മറ്റേ ഇതുണ്ട്, വാഷിംഗ് മെഷീൻ. ഓനൊന്നും ചെയ്യണ്ട, ഫുള്ളി ഓട്ടോമാറ്റിക്. പിന്നെ അടിച്ചു വാരി തുടയ്ക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഗൈസ്, അവനെ തന്തൊക്കെ വിളിക്കുന്നതാണ് ഞാൻ ഗൈസ്. വണ്ടിൻ്റെ ടയറെല്ലാം ഒരു മുട്ടയായി കിടക്കുക. എന്നിട്ട് ഞാൻ വാങ്ങിക്കൊടുക്കുക. ഞാൻ എൻ്റെ കാറിൻ്റെ ടയർ തന്നെ അത് വരെ മാറ്റിയില്ല. അല്ല, കാറെന്താക്കി? എൻ്റെ കാറെന്താക്കി? എന്താക്കി? ആരുണെ വെറുതെ ഓരോന്നിന് നിൽക്കണ്ട കേട്ടോ, ഫൈൻ വരികയെ. ഞാൻ ഒന്നല്ല ചിന്തിച്ചിട്ട് എന്നെ 2 വീലറിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഞാനൊക്കെ കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ആയതുകൊണ്ടാണ്. അല്ല, ഏതായാലും ഞാൻ പോയിട്ട് വരാം. മോളെ ഡോറടിക്കടാ. നല്ല മറ്റേ സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന് പുക മുഖത്തേക്കാ. പൊല്യൂഷൻ. എൻ്റെ ഡാഡി അറിഞ്ഞാലുണ്ടല്ലോ, ആ സൈലൻസറിൻ്റെ അകത്തുനിന്ന് പുക എൻ്റെ മുഖത്തേക്കാ വന്ന് ഇപ്പം സ്റ്റാർട്ട് ചെയ്തപ്പോൾ. എന്നാൽ അതൊക്കെ കട്ടാക്കിട്ട് ടാറ്റ പറഞ്ഞേ. ഹലോ ഗായ്സ്, അങ്ങോട്ട് R15ന്റെ മുകളിൽ, ഇങ്ങോട്ട് അൽഫന്റെ മുകളിൽ. അൽഫല്ലത് ഒക്കെ യമഹയാട്ടോ. നിങ്ങൾ തിരിച്ച് ഞാൻ കാർ എടുത്തു പോകും. ഊരാ താങ്ക് യു. ചെരുപ്പിടാനും ചെരുപ്പ് ഊരാനും എനിക്ക് ഒരാളുണ്ട്. ഓനോട് പോയി ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഉള്ളേരിന്നൊരു ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് പോയത് അരുണിൻ്റെ കൂടെ അല്ല കേട്ടോ, ഞാൻ ബസ്സിലാണ് പോയത്. അപ്പം കുറ്റിയാടി കോഴിക്കോട് ഓൾമോസ്റ്റ് ഒരുവിധം ബസ്സുകാരൊക്കെ അരുണിൻ്റെ കമ്പനിക്കാരാണ്. അപ്പം ഞാൻ പോയത് അജുവ ബസ്സിലാണ്. അപ്പം ഞാനിങ്ങോട്ട് ബസ്സിലേക്ക് കയറിയപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയില്ല, കുറച്ച് ഇപ്പുറത്തുനിന്ന്. എന്നാൽ സ്റ്റാൻഡിൽ കുറച്ച് ആൾക്കാർ ഇറങ്ങുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് ഇപ്പുറത്തുനിന്നായിട്ടാണ് കൈ കാട്ടിയത്. അപ്പോൾ അരുണിനെ കണ്ട എല്ലാ ബസ്സും നിർത്തുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ബസ്സിലേക്ക് ഇങ്ങോട്ട് കയറിയപ്പോഴേക്ക് കണ്ടക്ടർ വന്നിട്ട് ജെസിമോൾ എന്ന് വിളിച്ചു. അപ്പോൾ പാസഞ്ചേഴ്സൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പം ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത്. എനിക്കെന്ന് വെച്ചാൽ ബാക്ക് സൈഡിലേക്കൊക്കെ ഇരുന്നാൽ ഞാൻ വേഗം വോമിറ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേ ഞാൻ ഇരിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ അടുത്തോളം ഞാനും ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ചിലരൊക്കെ എന്നെ അറിയുന്ന പോലെ ഉണ്ട്, ചിലരെന്നെ അറിയാത്തവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര പാസഞ്ചേഴ്സിന് ഭയങ്കര ഒരു അത്ഭുതം. ഇതെന്താ, ആരാ, എങ്ങനെയാണ്? നമ്മൾ ബസ് കയറിയിട്ട് ബസ്സിലെ ഡ്രൈവറോടോ കണ്ടക്ടറോടോ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു ഭയങ്കര ഒരു കൗതുകമായിരിക്കും. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ അങ്ങനെ കേട്ടോ, അങ്ങോട്ട് അജുവേ പോയി തിരിച്ചു വരുമ്പം പുലരി വന്നു. അപ്പോൾ പുലരി കയറിയ സമയത്തും ഫ്രണ്ടിൽ സീറ്റ് ഉണ്ട്, പക്ഷേ ഞാൻ ബോണറ്റിൻ്റെ മുകളിൽ അവിടെ ഇരുന്നു.
ഒരു ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ചേട്ടൻ കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ കഥ പറഞ്ഞ് പോരുക. അപ്പോൾ കുറച്ചിങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ബാക്ക് KSRTC എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി, ഇവൾ എന്തിനാ ബാക്ക് KSRTC, ഇവരുടെ ടൈമിങ്ങും KSRTC കുറച്ച് കോംപ്ലി ആയിട്ടാണ് പോവുക. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മെത്തേഡൊക്കെ എനിക്കറിയാം. ഞാൻ ഓൾമോസ്റ്റ് ഏതൊരു ബസ്സിലാണ് വന്ന് ഉള്ളേരി ആണെങ്കിൽ ഇറങ്ങുന്നതെന്ന് വെച്ചാലും പറയും, ജെസ്സിയെ നീ പോവല്ലേ, നീ അടുത്ത ബസ് വന്നിട്ട് ഗ്യാപ്പ് പറഞ്ഞ് തന്നിട്ടേ പോകാവൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ കുറ്റ്യാടി കോഴിക്കോട് ബസ്സിൽ കയറിയിട്ട് പണ്ടൊരിക്കൽ ലസിത പാലക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബസ് കയറിയിട്ട് സെലിബ്രിറ്റിയാണ് എണീച്ച് തരണം എന്ന് പറയാൻ എനിക്കെന്ന്. അതേപോലെ ബസ് കയറിയിട്ട് പൈസ കൊടുക്കാതെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓൾമോസ്റ്റ് എല്ലാ ബസ്സുകാരും എന്നെ അറിയും. അതുമല്ല, ഇന്നലെ ഞാൻ അതേപോലെ കോഴിക്കോടേക്ക് കയറിയ സമയത്ത് ഏതിലായിരുന്നു കയറിയത്, സ്റ്റീമിലായിരുന്നു തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇതിലത്തെ ബസ്സിലെ ഡ്രൈവറെയോ കണ്ടക്ടറോ എനിക്ക് പരിചയമല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബസ്സിൽ കയറി എന്ന് പറഞ്ഞാൽ അരുണിനെ വിളിച്ച് എടുത്തേപാടിക്ക് എന്നോട് ചോദിച്ചു ആരാ കണ്ടക്ടർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, കുറച്ച് പ്രായമായ ഒരാളാണ്, ഞാൻ ഫോണൊന്ന് കൊടുത്തേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊടുത്ത്, അപ്പോൾ അവരോട് പറഞ്ഞു അവിടെ എത്തിയിട്ട് കോഴിക്കോട് എത്തിയിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷേ കോഴിക്കോട് എത്തിയിട്ട് അവർ പൈസ മേടിച്ചില്ല കേട്ടോ, അവനോടാരും പൈസ മേടിക്കാറില്ല. അപ്പം ഞാൻ അറിയാത്ത ബസ്സാണെങ്കിൽ പോലും ഇവൻ വിളിച്ചിട്ട് പറയും പൈസ മേടിക്കണ്ട കേട്ടോ, ഞാൻ തരുമെന്ന് പറയും. അപ്പം കുറ്റ്യാടി കോഴിക്കോട് ബസ്സിൽ ഞാൻ ഫ്രീ ആയിട്ടാണ് ലസിത പോവാറ്. ഏതെങ്കിലും ഒരു വീഡിയോസിൽ നീ പറയണം സെലിബ്രിറ്റിയാണ്, പൈസ തരൂല എന്നുള്ള പറയും. ഞാൻ ചില ഏത് ബസ്സിലായിരുന്നു, റാവണൻ ബസ്സിൽ ഈ കണ്ടക്ടർ എന്നെ പരിചയമല്ല, ഞാനും മക്കളോടെയും LICൻ്റെ അടുത്തുനിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിയപാട് കണ്ടക്ടർ ഇങ്ങോട്ട് ചെങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡ്രൈവറെ ബത്തേലിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അരുൺ പറഞ്ഞാൽ എൻ്റെ അവിടെ ഉള്ളതാണേ എന്ന് പറഞ്ഞു. അപ്പോൾ അരുണിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിലും ബസ്സിൽ ആരും ഇങ്ങനെ നമുക്ക് പൈസയൊന്നും എടുക്കുന്നില്ല എന്നൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതേപോലെ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ജീവിതത്തിൽ ആരോടെങ്കിലും കടപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടപ്പടിയും ഊരിപ്പടിയും എന്ന് മറ്റേ ഇതിൽ പറയല്ലേ പഞ്ചാബി ഹൗസിൽ, അതേപോലെ എനിക്കൊരു കടപ്പാടുണ്ടെങ്കിൽ അത് അരുണിനോട് മാത്രം. നമ്മളിപ്പോൾ ഒരാൾക്കൊരു സഹായം ചെയ്ത് അതിനിപ്പം മറുസഹായം നമ്മൾ ചെയ്തു കൊടുത്താൽ ഓക്കെ ഈക്വലായി എന്ന് വിചാരിക്കാം. പക്ഷേ എനിക്ക് ഇവൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് എത്ര പിന്നെന്താ പറയുക, നമ്മളൊരു സഹായം ചെയ്തു കൊടുത്താലും ഈക്വലാവൂല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അരുൺ എന്ന് പറയുന്നൊരു സംഭവം. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ചാൽ അരുണിൻ്റെ കൂടെ KSRTC ആയി പ്രൈവറ്റായി ഏതൊരു ബസ് കയറുകയാണെങ്കിലും ഞാൻ ബസ് കയറി പിടിച്ചു എന്ന് കണ്ടാൽ മാത്രമേ ഇവൻ ബസ് എടുക്കുള്ളൂ. അതേപോലെ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കവറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കയറിയപാടക്ക് ഇത് മേടിച്ചിട്ടേ ഇവൻ ബസ് എടുക്കുള്ളൂ. കാരണം വലിയ പരിചയം എല്ലാ ബസ് കയറിയിട്ട് സെലിബ്രിറ്റി അല്ലേ, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് ബസ് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ബസ്സിലെ ജോലി എന്നൊക്കെ പറയുന്നത് അതൊരു എന്താ പറയുക, പ്രത്യേക സുഖമുള്ളൊരു സംഭവമാണ്. ആ ലോകത്തെത്തിയ ആൾക്കാർക്ക് അതിൻ്റെ സുഖം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ആ ഒരു വണ്ടിപ്പണിക്കാരി ആവാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ ദൈവം റൂട്ട് തിരിച്ചു വിട്ടു എന്നുള്ളത് മാത്രമാണ്. അതേപോലെ ഒരു വിഷമകരമായിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, ഞാൻ തിരിച്ച് ഉള്ളിയേരി ഇറങ്ങിയിട്ട് ഇവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ സ്റ്റാൻഡിൽ ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരാൾ, ഒരു മൊല്ലിയാരുണ്ട്. അപ്പോൾ ഇയാൾ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ തപ്പുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇവർക്ക് കോഴിക്കോടേക്കാണ് പോകേണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, ആരും മൈൻഡ് വെക്കുന്നില്ല. അപ്പോൾ ഞാൻ നേരെ പോയി ചോദിച്ചു എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കോഴിക്കോടേക്കാണെന്ന് പറഞ്ഞു, KSRTC വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ മൊല്ലിയാരുടെ വേഷത്തിലാണ്, അപ്പോൾ നമ്മളൊന്നും കൈ പിടിച്ചാൽ അവർക്കൊരു ഇറിറ്റേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബസ്സിലെ സ്റ്റാൻഡ് ഫീ മേടിക്കുന്ന ഒരു ചേട്ടനുണ്ട്. അയ്യോ കാല് തരുത്ത് പോയി. പിന്നെ സുരേട്ടന്. അപ്പോൾ ഞാൻ സുരേട്ടനെ എടുത്ത് പോയി പറഞ്ഞു, സുരേട്ട കോഴിക്കോടേക്കാണല്ലേ, നിങ്ങളൊന്ന് ബസ് കയറ്റി കൊടുക്കുന്നതാണ്. സുരേട്ടൻ കേട്ടപാടക്ക് വേഗം വന്നിട്ട് അടുത്ത KSRTCയിൽ അവരെ കയറ്റി കൊടുത്തിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം എനിക്ക് പറയാനുള്ള ബ്ലൈൻഡാണ്, നമുക്ക് പറ്റുന്നൊരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. ആരും കണ്ടില്ലെന്ന് നടിക്കുന്നത് അത് വളരെയധികം മോശമുള്ളൊരു സംഭവം കേട്ടോ. ഏതായാലും ബസ്സിൽ കയറി കഥകളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെത്തേക്കും കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കേ, ടാറ്റാ. നമ്മുടെ ഉള്ളിയേരി ബസ് സ്റ്റാൻഡിലുള്ള സുരേട്ടൻ കേട്ടോ, അക്കുട്ടിക്കാരൻ.
ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരാൾ ആരും തിരിഞ്ഞു നോക്കാണ്ട് നിന്ന് സമയത്ത് സുരേട്ടൻ ബസ് കയറ്റിയിട്ടുണ്ട്. ഇവിടെ ബസ്സിൽ കളക്ഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ സ്റ്റാൻഡ് ഫീ മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ആ ബ്ലൈൻഡിന് ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. സുരേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു. ബസ് കയറ്റിക്കൊണ്ടേ സുരേട്ടൻ. അതാട്ടോ സുരേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയേരി സ്റ്റാൻഡിൽ എല്ലാവരും ഓൾമോസ്റ്റ് അറിയുന്ന ഒരാളാണ്. എന്നെ കോപ്പി അടിക്കുന്നവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്താ വെച്ചാൽ ഡ്രസ്സ് എടുത്തു കേട്ടോ. പിന്നെ ചില ലെവളുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹൗസ് വാമിങ്ങിന് അവൾക്ക് ഇടാനൊരു ഡ്രസ്സ്, അതിന് വേണ്ടിയിട്ടാണ് അവൾ അത്രയും ഇഷ്യൂ ഉണ്ടാക്കിയത്. 16 ലക്ഷം മുടക്കാവുന്ന എനിക്ക് ഒരു 3370 കുണുവ മുടക്കാൻ പറ്റില്ല. ഓക്കെ, ബൈ ദ ബൈ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ എടുത്ത ഡ്രസ്സ് ഒന്ന് ഞാനും എടുത്തു, ഒന്നും അരുണും എടുത്തു തന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തതാണ്. ഇതെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയാ വെച്ചാൽ ഇതിങ്ങനെ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ ഇടണം. സുഡിയോന്നാട്ടോ മേടിച്ചത്. ഇങ്ങനെയാണ് ഇവിടെ ഫുള്ള് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം, പക്ഷെ ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് ഇടും. പൈസ വരുന്നത് 899 ആണ്. 899. 899 തന്നെയല്ലേ മോനെ പറയുന്നത്. ഇപ്പം സ്കൂളിൽ പോകാത്തതുകൊണ്ട് എന്നെ പറയില്ലായിരിക്കും അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്നറിയോ, ഞാനാരും മോളെന്നറിയാം 3 കോസ്റ്റ്യൂം എടുത്തിട്ടുണ്ട്. ഈ 3 എണ്ണത്തിനൂടെയായിട്ട് ഒരു ഇന്നറാണ് എടുത്തത്. വെറുതെ എന്തിനാ, ഇന്നർ ആരും നോക്കൂലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഇന്നലെ സ്റ്റുഡിയോന്ന് എടുത്തൊരു ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് പെരുന്നാളിലേക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്തതായിരുന്നു. പക്ഷെ ഏതാണ് ഇടേണ്ടതെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആട്ടോ. ഇതാണ് ഇന്നലെ സ്റ്റുഡിയോന്ന് എടുത്തത്. ഇതിൻ്റെ പ്രൈസും ഏകദേശം ആ ഒരു പ്രൈസ് തന്നെയാണ്. 899 ആണ്. അപ്പോൾ സ്റ്റുഡിയോയിൽ മിക്കതും അറിയാമല്ലോ ഈ ഒരു റേഞ്ചിനാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഡ്രസ്സ് ഇനിയാണ് ഹൈലൈറ്റ് ഡ്രസ്സ്. ഇതാണ് അർണാട്ടൻ വാങ്ങി തന്ന ഡ്രസ്സ്. അർണാട്ടൻ എല്ലാ പെരുന്നാളിലേക്കും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ മേടിച്ചു തരും കേട്ടോ. പാവം ഉണ്ടാവും. ഞാൻ ജീവിതത്തിൽ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അർണാട്ടനോട് മാത്രമാണ്. അർണാട്ടനാക്കട്ടെ ഇച്ഛായി എന്നിട്ട് വിളിച്ചാലോ. ഇനിയിപ്പോൾ അർണാട്ടൻ ഞാൻ വിളിക്കുമ്പോൾ അതേപോലെ ഇപ്പം കോപ്പി അടിച്ച് വിളിക്കാനാവും. അതിനെക്കാട്ട് നല്ല നമുക്ക് ഇച്ഛായെന്ന് വിളിക്കാം. അപ്പം നമുക്ക് ഇച്ഛായുടെ അടുത്ത് തന്നതാണ്. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല. 895. 895. ഇതാണ് ഇവിടെ നിന്ന് അടുത്ത കേട്ടോ, ഉള്ളിയേരിന്ന് കിസ്വ. ഇതിൻ്റെതും എല്ലാത്തിനും കൂടിയായിട്ട് അന്നോട്ടൊന്ന് തൊള്ളയിൽ പിടിപ്പിച്ച് ഞാനൊരു ഇന്നർ മേടിച്ചിട്ടുണ്ട്. ഇതിനാണെന്ന് പറഞ്ഞിട്ട് എടുത്താണ്. പക്ഷെ ഞാൻ മനസ്സ് കണ്ടത് ആ രണ്ടെണ്ണത്തിനും കൂടി ഇടാമല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇതെടുത്ത്. ഓ ചൂടെടുക്കുന്നുണ്ടല്ലേ, ഊതി തരട്ടെ അമ്മ. എൻ്റെ മകനാട്ടോ എൻ്റെ ക്യാമറാമാൻ. ഇതാണ് ഇന്നർ വരുന്നത്. ഇതിനെത്രയാ 299 അങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെ മുകളിൽ റേറ്റ് ഇല്ല ഉണ്ടല്ലോ, പറ്റിച്ചേ ഇല്ല. 299 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇതാണ് ഇന്നർ വരുന്നത്. ഇന്നറിന് ഇതാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നാളെ ഇതിടാൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഫസ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്യുന്നതായത് കൊണ്ട് എനിക്ക് ഇതിടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിട്ടാൽ സത്യസന്ധമായിട്ട് പറയാച്ചാൽ ഹണി ചേച്ചി ബാക്കിൽ നിൽക്കേണ്ടി വരും. അങ്ങനെ ഇതും ബോഡി ഷേപ്പായിട്ട് നിൽക്കുമല്ലോ. എനിക്കാണെങ്കിൽ കുമ്പയുണ്ട്. അപ്പോൾ ഇത് ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ച സമയത്ത് നല്ല കുമ്പയുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ബേബി ഷവർ ചെയ്യാം. ഇത് ഞാൻ എടുത്ത സമയത്ത് സിസ്റ്റർ, ഞാൻ എല്ലാ കാര്യം അവളോടാണ് ചോദിക്കുക. അവൾക്ക് ഫോട്ടോ അയച്ച സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, ഇടി ഹണീൻ്റെ മാതിരി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു തൽക്കാലത്തേക്ക് ഞാൻ തള്ളി പിടിച്ചോളൂ. അവളെടുത്ത് മറ്റേ ഇന്നർ എന്താ അതിന് പറയാന്ന് എനിക്കറിയില്ല, ആ സാധനം ഉണ്ട് എന്നൊക്കെ, അത് അടിച്ചുകൊണ്ട് വരണം. ഏതായാലും ഞാൻ അതുവരെ തള്ളി പിടിക്കും. മറ്റേ ബോണറ്റും ഡിക്കിയൊക്കെ
തള്ളി നിൽക്കുന്നതുകൊണ്ട് ഇത് ഇടാൻ എനിക്കൊരു മടിയുണ്ട്. എങ്കിൽ പോലും ഫസ്റ്റ് ടൈം എനിക്ക് ഇത് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം എടുക്കണം എന്ന് കുറേ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ബ്ലാക്കിലായിരുന്നു കേട്ടോ എടുക്കണം എന്ന് വിചാരിച്ച, സ്ലീവ് ഉള്ള സൈസ്. പക്ഷേ ഞാൻ ഒരുപാട് ഷോപ്പിൽ നോക്കി, എവിടെയില്ല. പക്ഷേ ഇന്ന് സുഡിയോന്ന് ഇത് കണ്ടപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല. വേറെ ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ മറ്റേ എപ്പോഴെങ്കിലും ആരെങ്കിലും, ഞാൻ ആരെപ്പറ്റി കുറ്റം പറയാമല്ലോ കേട്ടോ, പക്ഷേ എങ്കിൽ ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ. പബ്ലിസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ ആൾക്കാരെയും കൂടി ഭയക്കണം. രേണുസുധീനോടാണ് പറയാനുള്ളത്. രേണുസുധി ഇത് കാണുമെന്നൊന്നും എനിക്കറിയില്ല, കൊച്ചിന് ഇത് കാണാൻ കൂടി നേരം കിട്ടത്തില്ല. ഒന്ന് ഇനി രണ്ടാമത്തേന് ഈ ഒരു ചൊറിച്ചിലുണ്ടല്ലോ, അതൊക്കെ ദയവ് ചെയ്ത് കുറച്ചാൾ എന്തോ ഇവൻ പേനായിരിക്കാം, താരനായിരിക്കാം, എന്തായിരിക്കാം, പക്ഷേ എങ്കിൽ ഭയങ്കര ബോറാട്ടോ. അപ്പം ഞാനിപ്പോൾ ചൊറിഞ്ഞപ്പോൾ ആ കൊച്ചിനെയാണ് ഓർത്തത്. നമുക്ക് പബ്ലിസിറ്റി കൂടുന്തോറും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ വരും, ബാക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർ. അപ്പം അങ്ങനെയാണ്. ആരോ ഒരാൾ കമൻ്റ് ഇട്ടു, എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് ഹൗസ് വാമിങ്ങിൻ്റെ കോസ്റ്റ്യൂം ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തട്ടം വേണ്ട എന്ന് വെച്ചത്. എൻ്റെ പൊന്നാര കൊച്ചേ, എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയേ, എന്നിട്ട് പറ കൊച്ചേ. അപ്പം അങ്ങനെയാണ്. ഡ്രസ്സൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതാണ് ഞാൻ പെരുന്നാൾക്ക് ധരിക്കേണ്ടതെന്ന് ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ ഒന്നുമില്ല, ഞാൻ നോക്കൂല, അത്രയേ ഉള്ളൂ. ബൈ.